അബുദാബിക്ക് നേരെയുണ്ടായ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 5 ഇന്ത്യക്കാരടക്കം 12 പേർക്ക് പരിക്കേറ്റതായി UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. യുദ്ധം അതിഭീകരമായ അന്തരീക്ഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കാർക്ക് പരിക്ക് സംഭവിക്കുന്നത് അതിഗൗരവമായി ചർച്ച ചെയ്യുകയാണ് കേന്ദ്ര നേതൃത്വങ്ങൾ. തകർക്കപ്പെട്ട മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ അജ്ബാൻ മേഖലയിൽ പതിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ 7 നേപ്പാൾ സ്വദേശികളിൽ ഒരാളുടെ നില ഗുരുതരമാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മിസൈൽ അവശിഷ്ടങ്ങൾ വീണതിനെ തുടർന്ന് ഹബ്ഷാൻ ഗ്യാസ് പ്ലാന്റിലുണ്ടായ വൻ തീപിടുത്തം അഗ്നിശമന സേന നിയന്ത്രണ വിധേയമാക്കി. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പ്ലാന്റിലെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. വിവിധ ഇടങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ UAE-യിൽ ആകെ പരിക്കേറ്റവരുടെ എണ്ണം ഇതോടെ 203 ഉയർന്നു. അതേസമയം ഇന്ത്യയിലേക്കുള്ള മറ്റൊരു LPG ടാങ്കറായ ഗ്രീൻ സാൻവി ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് കടക്കുകയാണെന്ന് കപ്പൽ ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമായ വെസൽ ഫൈൻഡർ വ്യക്തമാക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ചോക്ക് പോയിന്റ് വഴി കടന്നുപോകുന്ന 7ാമത്തെ ഇന്ത്യയിലേക്കുള്ള LPG കാരിയറാണിത്. ജഗ് വിക്രമും ഗ്രീൻ ആശയും തടഞ്ഞു വെച്ചിരിക്കുമ്പോഴും ഗ്രീൻ സാൻവി ലാരക് ക്വശം ചാനൽ വഴി ഹോർമോസ് കടലിടുക്ക് കടന്നതായി കപ്പൽ ട്രാക്കിംഗ് ഡേറ്റ കാണിക്കുന്നു. ശിവാലിക്, നന്ദാദേവി, ജഗ് വസദ്, BW ടയർ, BWLM പൈൻ ഗ്യാസ് എന്നീ 6 LPG ടാങ്കറുകൾ ഇന്ത്യൻ തീരത്ത് എത്തിയതായി ഇന്ത്യ ടുഡേ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 58,811 മെട്രിക് ടൺ ഭാരമുള്ള ഗ്രീൻ സാൻവി നേരത്തെ ഇന്ത്യയിലേക്ക് എത്തിയ വലിയ LPG കാരിയറുകളുടെ ശേഷിയുമായി താരതമ്യപ്പെടുത്താവുന്നതാണ്. ഹോർമുസ് കടലിടുക്കിന് പടിഞ്ഞാറ് ഭാഗത്ത് കുറഞ്ഞത് 15 ഇന്ത്യൻ എണ്ണ വാതക കപ്പലുകളെങ്കിലും കുടുങ്ങിക്കിടക്കുന്നു. ഇതിൽ ഇന്ത്യയിലേക്കുള്ള 2 LPG കാരിയറുകളായ ഗ്രീൻ ആശ, ജാക്ക് വിക്രം എന്നിവ ഉൾപ്പെടുന്നു. ഗ്രീൻ സാൻവിക്ക് സമീപം പ്രവർത്തിക്കുന്ന 2 കപ്പലുകൾ നേരത്തെ കണ്ടിരുന്നു. എന്നാൽ ഗ്രീൻ സാൻവി അതിന്റെ AIS ഓണാക്കി കേസ്റ്റം ലാരക് ക്രോസിംഗിലേക്ക് നീങ്ങാൻ തുടങ്ങിയെങ്കിലും മറ്റു 2 സ്ഥാനത്ത് തുടരുന്നതായി തോന്നുന്നുണ്ട്. ഇത് അവ ഇപ്പോഴും ചോക്ക് പോയിന്റിന് സമീപം കുടുങ്ങിക്കിടക്കുന്നതായി സൂചിപ്പിക്കുന്നു. അതിന്റെ അവസാന ഇന്ത്യൻ ഡിസ്ചാർജ് പോർട്ട് ഇപ്പോഴും അജ്ഞാതമാണ്. കപ്പലിന്റെ ലക്ഷ്യസ്ഥാന സിഗ്നലിൽ ഇന്ത്യ ഷിപ്പ്, ഇന്ത്യ ക്രൂ എന്ന സന്ദേശം പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇത് IRGC സേനയുടെ ലക്ഷ്യമിടാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് സമീപ ദിവസങ്ങളിൽ ഇന്ത്യൻ ബന്ധമുള്ള കപ്പലുകൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു തന്ത്രത്തെ പ്രതിഫലിപ്പിക്കുന്നതായി തോന്നുന്നു. മാത്രമല്ല, അമേരിക്കൻ അനുമതിയോടെ 6 ലക്ഷം ബാരൽ ഇറാനിയൻ ക്രൂഡ് ഓയിലുമായി ഇന്ത്യയിലെ ഗുജറാത്തിലുള്ള വാഡിനാർ തുറമുഖത്തേക്ക് വരികയായിരുന്ന പിങ്ഷുൻ അഫ്രാമാക്സ് കപ്പൽ ചൈനയിലെ ഡോങ്യിങ്ങിലേക്ക് ലക്ഷ്യസ്ഥാനം മാറ്റിയിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി ഇന്ത്യയെ ലക്ഷ്യമാക്കി സഞ്ചരിച്ചിരുന്ന കപ്പൽ പെട്ടെന്ന് സിഗ്നലുകൾ മാറ്റുകയായിരുന്നുവെന്നും കപ്പൽ ട്രാക്കിംഗ് ഡേറ്റയായ കെപ്ലർ വ്യക്തമാക്കുന്നുണ്ട്. 2019 അമേരിക്കൻ ഉപരോധം കടുപ്പിച്ചതിന് ശേഷം ഇറാനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ആദ്യത്തെ എണ്ണ ഇറക്കുമതിയായി ഇത് മാറുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെയാണ് ഈ അപ്രതീക്ഷിത വികസനം ഉണ്ടായത്. ഇറാൻ ഉൾപ്പെട്ട യുദ്ധ സാഹചര്യങ്ങൾക്കിടയിൽ ആഗോള എണ്ണവില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കടലിൽ നിന്നുള്ള ഇറാനിയൻ എണ്ണ വാങ്ങൽ അമേരിക്ക 30 ദിവസത്തെ താൽക്കാലിക ഇളവ് അനുവദിച്ചിരുന്നു. ഈ ഇളവ് കാലാവധി ഏപ്രിൽ 19 അവസാനിക്കാനിരിക്കെയാണ് ഇന്ത്യൻ റിഫൈനറികൾ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചത്. പേയ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ പിങ്ഷുൻ ടാങ്കർ വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇത്തരം ഇടപാടുകളിൽ വാണിജ്യപരമായ നിബന്ധനകൾ എത്രത്തോളം നിർണായകമാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.